18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാരിന് കടുത്ത വെല്ലുവിളി ഉയർത്താൻ പ്രതിപക്ഷത്തിന് മുന്നിലുള്ളത് നിരവധി രാഷ്ട്രീയ വിഷയങ്ങളാണ്. നീറ്റ്, നെറ്റ് പരീക്ഷാ വിവാദം മുതൽ രാഹുൽ ഗാന്ധി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുമെതിരെ ഉയർത്തിയ ഓഹരി കുംഭകോണ ആരോപണം വരെ ഇന്ത്യ മുന്നണിയുടെ ആവനാഴിയിൽ കാത്തിരിക്കുകയാണ്. ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷമില്ലാതെ NDA തണലിൽ മൂന്നാമത് സത്യപ്രതിജ്ഞ ചെയ്ത നരേന്ദ്രമോദിയെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ആദ്യ മണിക്കൂറുകളിൽ തന്നെ വെല്ലുവിളിച്ചു രാഹുൽ ഗാന്ധി. രാജ്യതലസ്ഥാനത്ത് കേന്ദ്ര മന്ത്രിസഭാ രൂപീകരണത്തിന്റെ ചർച്ചകൾ ആരംഭിച്ചപ്പോഴായിരുന്നു ആ പ്രഹരം. മോദിയും അമിത്ഷായും നിർമ്മല സീതാരാമനും തെരഞ്ഞെടുപ്പിനിടെ അഭിമുഖങ്ങളിൽ പറഞ്ഞ ഓഹരി വിപണിയിലെ കുതിപ്പ് കേന്ദ്രീകരിച്ചായിരുന്നു ആരോപണം. വലിയ വിജയം BJPക്കുണ്ടാകുമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഓഹരികൾ വാങ്ങിക്കൂട്ടാൻ നിക്ഷേപകരെ മോദിയും അമിത്ഷായും പ്രേരിപ്പിച്ചെന്നും അസാധാരണമായ ഈ പരാമർശങ്ങൾ ഓഹരി വിപണിയിലെ കുംഭകോണം ലക്ഷ്യമിട്ടായിരുന്നു എന്നുമായിരുന്നു ആരോപണം. हिंदुस्तान की स्टॉक मार्केट की हिस्ट्री का सबसे बड़ा स्कैम है और इसके बारे में हम कुछ सवाल पूछना चाहते हैं. We demand a JPC into this. We are absolutely convinced that this is a scam. Somebody has made thousands of crores of rupees at the cost of Indian retail investors, and the Prime Minister and the Home Minister have given an indication to buy, and this is a criminal act. ജൂൺ 1 എക്സിറ്റ് പോളുകൾ NDAക്ക് 400 സീറ്റുകൾ പ്രവചിച്ചതും ഓഹരിയിൽ കുതിപ്പിനു കാരണമായി. എന്നാൽ BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടാതെ വന്നതോടെ വിപണി ഇടിയുകയും 30 ലക്ഷം കോടിയുടെ നഷ്ടമുണ്ടായെന്നും രാഹുൽ ആരോപിച്ചിരുന്നു. കോൺഗ്രസ് ഈ ആരോപണം വലിയ രീതിയിൽ ചർച്ചയാക്കുകയും ചെയ്തു. NDAയിലെ പ്രധാന സഖ്യകക്ഷികളായ JDUവിനെയും TDPയെയും ഇന്ത്യ സഖ്യത്തിന്റെ പാളയത്തിലേക്ക് എത്തിക്കാനാണ് രാഹുലിന്റെ ആരോപണമെന്ന വ്യാഖ്യാനങ്ങൾ ഉയർന്നെങ്കിലും നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും NDA പാളയത്തിൽ ഉറച്ചു നിന്നതോടെ BJPക്ക് താൽക്കാലിക ആശ്വാസമായി. पुख्ता जानकारी आने पर दोषियों को कड़ी से कड़ी उनके ऊपर कार्रवाई की जाएगी. NTA हो या NTA में कोई भी बड़ा व्यक्ति हो जो इसमें दोषी पाया जाएगा, इसके खिलाफ सख्त कार्रवाई की जाएगी. मैं फिर आश्वस्त करता हूँ, सरकार किसी भी गुनहगार को, किसी भी सुधार के लिए हम तैयार है. किसी भी गुनहगार को हम छोड़ेंगे नहीं. कड़ी से कड़ी कार्रवाई होगी. कार्रवाई के लिए सारे पुख्ता प्रमाण, तथ्य, लीगल एंड लॉजिकल एंड की बाध्यता रहती है, आवश्यकता रहती है. മന്ത്രിസഭാ രൂപീകരണവും സത്യപ്രതിജ്ഞയും BJPക്ക് നടത്താനായെങ്കിലും തൊട്ടു പിന്നാലെ അടുത്ത വിവാദം പൊങ്ങിവന്നു. നീറ്റ്, നെറ്റ് പരീക്ഷാ തട്ടിപ്പ് രാജ്യമാകെ വലിയ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിലേക്ക് വഴി തുറന്നു. പ്രതിപക്ഷം വിഷയം ഏറ്റെടുത്തു. BJP അപകടം മണത്തു. പ്രതിഷേധങ്ങളും അഴിമതി ആരോപണങ്ങളും കണ്ടില്ലെന്ന് നടിച്ച് വിഷയങ്ങൾ വഴിതിരിച്ചുവിട്ട് ശീലമുള്ള BJP പക്ഷേ ഇത്തവണ ആരോപണം ഉയർന്ന സമയത്തു തന്നെ നടപടികളുമായി രംഗത്തെത്തി. അന്വേഷണം പ്രഖ്യാപിക്കലും NDAയിൽ അഴിച്ചുപണിയുമൊക്കെയായി തണുപ്പിക്കാനായിരുന്നു ശ്രമം. പ്രതിപക്ഷ ആരോപണങ്ങൾ കടുത്തപ്പോൾ പ്രത്യാരോപണങ്ങളുമായി BJP രംഗത്തെത്തി. ബീഹാറിൽ ചോദ്യപേപ്പർ ചോർത്തിയവർ RJD നേതാവ് തേജസ്വി യാദവുമായി അടുത്ത ബന്ധമുള്ളവരാണ് എന്ന് BJP ആരോപിച്ചു. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെ തങ്ങൾ ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം ചൂണ്ടിക്കാട്ടിയതാണെന്ന് കാണിച്ചാണ് RJD വിഷയത്തെ പ്രതിരോധിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾക്ക് ഒരുമിച്ച് നിൽക്കാൻ ഒരു പൊതുവിഷയം ആദ്യ സമ്മേളന സമയത്ത് തന്നെ ലഭിച്ചു എന്നതാണ് വാസ്തവം. മറ്റൊരു പ്രധാന വിഷയം പ്രോടേം സ്പീക്കർ നിയമന വിവാദമാണ്. കോൺഗ്രസ് ആണ് പ്രധാനമായും വിഷയം ഉയർത്തുന്നതെങ്കിലും ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷികളായ DMKയും തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസിനൊപ്പമുണ്ട്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.